ഹലോ എവരി വൺ. അപ്പം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പെർഫെക്റ്റ് പഴംപൊരി ആയിട്ടാണ്. ചായക്കടകളിലും ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന രുചിയിലുള്ള നല്ല ക്രിസ്പി വീർത്തുരുണ്ട പഴംപൊരി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 കപ്പ് മൈദ ഇടുക, 2 സ്പൂൺ അരിപ്പൊടി ചേർക്കുക. അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് കിട്ടും. അതിനുശേഷം പഞ്ചസാര ആവശ്യത്തിന് ചേർക്കുക. ഞാൻ 5 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ ഈസ്റ്റ് ചേർക്കുക, കുറച്ച് ഉപ്പ് ചേർക്കുക, കുറച്ച് മഞ്ഞ കളർ ചേർക്കുക, മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ചേർക്കാം. അതിനുശേഷം വാം വാട്ടർ വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ. വാം വാട്ടർ ചേർത്തിട്ട് ഈ തിക്നെസ്സിൽ വേണം നമ്മൾ കലക്കിയെടുക്കാൻ, ദോശമാവിൻ്റെയൊക്കെ ആ ഒരു അയവിൽ. എന്നിട്ട് ഇതൊരു 4-5 മണിക്കൂർ ഈ മാവ് പൊങ്ങാൻ വേണ്ടി വെക്കണം. ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ അതിനും മുന്നേ പൊന്തി കിട്ടും. അതിനുശേഷം നമ്മുടെ നേന്ത്രപ്പഴം എടുത്തിട്ട് 3 ആക്കിയിട്ട് കട്ട് ചെയ്യാം. ഇനി ഇതിലും ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം. എനിക്ക് പഴംപൊരി നല്ല നീളത്തിലിരിക്കുന്നതാണ് ഇഷ്ടം. അതിനുശേഷം ഈ നേന്ത്രപ്പഴം മാവിൽ മുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. പിന്നെ നമ്മൾ എണ്ണ ചൂട് നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മൾ പഴംപൊരി ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം. പിന്നെ നമ്മൾ കുറച്ചൊന്ന് സിമ്മിലേക്ക് വെക്കണം. തീരെ കുറയാനും പാടില്ല. തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പഴംപൊരി എണ്ണ കുടിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. തിരിച്ചും മറിച്ചും ഇട്ട് അത്യാവശ്യം നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, നമ്മുടെ അടിപൊളി പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ ഈ പഴംപൊരി. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പാകത്തിന് മധുരവും ക്രിസ്പിനെസ്സും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി പഴംപൊരിയാണിത്. ചായക്കടയിലും തട്ടുകടയിലൊക്കെ കിട്ടുന്ന പഴംപൊരിയുടെ അതേ രുചിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.